ഹായ് ഗൈസ് ഡിഎസിറെ കാണാൻ പോവുകയാണ് വായോ. കൗതുകം ലേശം കൂടുതലായോണ്ട് ഗൂഗിൾ മാമനോട് ചോദിച്ചു ഇതെന്നത്തെ സാധനം. അത് ലാറ്റിൻ ആണെന്ന് പുള്ളി പറഞ്ഞു. അങ്ങനെ വേണ സ്കൂളിൽ ലാറ്റിൻ പഠിപ്പിക്കുമ്പോൾ എനിക്ക് പോകാൻ പറ്റില്ല, ഫ്ലൂ പിടിപെട്ട് കിടപ്പിലായിരുന്നു. ഹൊറർ മൂവിയാണ്, നീ വരുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോവുകയാണെന്ന് ദീപുമോൻ. അയ്യടി മനമേ, ഒറ്റയ്ക്ക് പോകണമെന്നുള്ള ഒരു പെണ്ണ് കിട്ടാൻ പാടില്ല. സമാധാനം താങ്കൾക്ക് അനുവദീയമല്ല മിസ്റ്റർ ദീപുരാജ്. അങ്ങനെ ദി ഡേ ഓഫ് റാത്ത്, ക്രോധത്തിന്റെ ദിനം കണ്ട് പണ്ടാരടങ്ങാനായിട്ട് കിട്ടിയൊരുങ്ങി ഞങ്ങളുടെ സ്വന്തം കൊട്ടകയായ JB-യിലെത്തിയിട്ടുണ്ട്. പടത്തിന്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നതിന് മുമ്പേ എന്റെ ബോധം പോയിരുന്നു. പക്ഷേ അസ്ഥാനത്ത് മ്യൂസിക് ഇട്ട് സൗണ്ട് എഫക്റ്റുകാരെ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണർത്തുന്നുണ്ടായിരുന്നു. റിലീസിംഗ് ഡേയിൽ തന്നെ പടം കാണാൻ പറ്റിയത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഒരു പക്ഷേ ഇവിടെ നിന്ന് സമാധി അടഞ്ഞു പോയാൽ പ്രണവ് മോഹൻലാൽ വീട്ടിൽ വന്ന് അനുശോചനം അറിയിക്കുമല്ലോ. പടം തീർന്നപ്പോൾ ബോധരഹിതയായ എന്നോട് എന്റെ ആത്മാവ് പറഞ്ഞു, ഏച്ചു പോടെ, ഇത്രയും പേപ്പിടി ആയതുകൊണ്ട് എന്റെ ഒരുപാട് കലോറി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞം വേണമെങ്കിൽ അത് പറഞ്ഞാൽ പോരെ എന്ന് ദീപുമാൻ. അങ്ങനെ JB-യുടെ ഓപ്പോസിറ്റുള്ള ബാർബിക്യൂ കമ്പനിയിൽ ഞങ്ങൾ കയറി. പെരി പെരി അൽഫാം കുത്തിയിറക്കിക്കൊണ്ട് സിനിമയെ പറ്റി 2 വാക്ക്. നിങ്ങൾ കടിനോസ്കി ഹൃദയമുള്ളവരാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ പടം കിഡിലോസ്കി ആയിരിക്കും. ഇല്ല എങ്കിൽ നിക്കറിൽ മുള്ളോസ്കി ആകും. മയോണൈസ് വിരോധി മയോണൈസ് മാറ്റിവെക്കുന്നതിൽ പ്രതിഷേധം കാണിക്കാതെ പോയ എനർജി തിരിച്ചു പിടിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു ഞാൻ. കോഴിപ്പോരിനൊടുവിൽ രാത്രി ഓർത്തോർത്ത് പേടിക്കാനുള്ള ഊർജ്ജം ആർജിച്ച് ഞാൻ വീട്ടിലേക്ക് യാത്രയായി. അത്ര തന്നെ. ബൈ ബൈ.